ഹലോ, ഐലൻഡിൻ്റെ ഈ വർഷത്തെ മെയിൻസ് മാസ്റ്ററി പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കാനാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ പേര് രാഹുൽ രാഘവൻ. ഞാൻ ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിൽ 404 റാങ്കാണ്. എൻ്റെ കൂടെയുള്ള നിഖിൽ സാർ ഐലൻഡ് ഡയറക്ടറാണ്. നിഖിൽ സാർ, നമ്മൾ ഈ വർഷം മെയിൻസ് ടെസ്റ്റ് സീരീസ് എന്നതിന് പകരമായിട്ട് മെയിൻസ് മാസ്റ്ററി പ്രോഗ്രാമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഒരു വ്യത്യാസം? നമ്മൾ മെയിൻസ് മാസ്റ്ററി പ്രോഗ്രാമിൽ ടെസ്റ്റുകൾ മാത്രമല്ല കൊടുക്കുന്നത്. ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ്, ഒരു മെയിൻസ് 2025 കംപ്ലീറ്റ് പാക്കേജ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, മാസ്റ്റർ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഡെയിലി ആൻസർ റൈറ്റിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടെസ്റ്റുകൾ, അതായത് നമ്മുടെ ഫുൾ ലെങ്ത് ടെസ്റ്റും ഉണ്ട്, സബ്ജക്റ്റ് വൈസ് ടെസ്റ്റും ഉണ്ട്. ഇത് കൂടാതെ മെൻറ്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ഫീഡ്ബാക്ക് സെഷൻസ് കൊടുക്കുന്നുണ്ട്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ലൈക്ക് ഇതൊരു കംപ്ലീറ്റ് ഒരു മെയിൻസ് എക്കോ സിസ്റ്റമാണ്. അതായത് ഒരു ഫുൾ പാക്കേജ്, ഒരു ആസ്പിരൻറ്റിന് മെയിൻസ് 2025 ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു 2 months ടൈമിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മെയിൻസ് മാസ്റ്ററി പ്രോഗ്രാം എന്ന് പേരിട്ടിരിക്കുന്നത്. ഓക്കെ സാർ, അപ്പോൾ അങ്ങനെ ഒരു എക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫുൾ പാക്കേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ടീം വേണം. അപ്പോൾ ഈ വർഷത്തെ ഐലൻഡ് മെയിൻസ് മാസ്റ്ററി പ്രോഗ്രാമിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സിൻ്റെ കൂടെ ഒരുപാട് ടോപ്പേഴ്സും കൂടി വരുന്നതാണ്. നല്ലൊരു ബെസ്റ്റ് ടീമാണ് ഇത്തവണ ഐലൻഡ് മെയിൻസ് മാസ്റ്ററി പ്രോഗ്രാമിന് വേണ്ടി മുന്നോട്ട് വെക്കുന്നത്. നിഖിൽ സാർ, നമ്മളിപ്പം മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. ഒരുപാട് തവണ മെയിൻസ് ചെയ്ത് കിട്ടാത്ത ആൾക്കാരുണ്ട്. ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരെയും കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണ് ശരിക്കും? എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, കുറേ ആസ്പിരൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആസ്പിരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്നോടൊന്ന് പറയും, സാർ ഞങ്ങൾ എല്ലാ ദിവസവും ആൻസർ എഴുതുന്നുണ്ട്, പക്ഷേ അവർക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. വേറൊരു സെറ്റ് ഓഫ് ആസ്പിരൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര നോളജുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആസ്പിരൻസ് ഉണ്ട്, പക്ഷേ അവർക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ മെയിൻസിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഹാവ് കണ്ടൻറ്റ്, നോളജ് വേണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ ഒരു നോളജ് യു ഹാവ് ടു ട്രാൻസ്ലേറ്റ് ഓർ കൺവേർട്ട് ദാറ്റ് നോളജ് ആസ് പെർ ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുവേണ്ടി ആൻസർ റൈറ്റിംഗ് സ്കിൽസും ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരേപോലെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടൻറ്റിനെ പറ്റിയിട്ട് രാഹുലിന് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതിന് ശേഷമാണ് എനിക്ക് മെയിൻസിന് നല്ല മാർക്ക് കിട്ടിത്തുടങ്ങിയത്. സോ ആ ഒരു കാര്യം മനസ്സിലാച്ചുകൊണ്ട് തന്നെ ഈ ഒരു 2 പില്ലേഴ്സ്, അതായത് കണ്ടൻറ്റും ആൻസർ റൈറ്റിംഗ് സ്കില്ലും, ഈ ഒരു 2 പില്ലേഴ്സ് മനസ്സിലാച്ചിട്ടാണ് നമ്മൾ ഇത്തവണ മെയിൻസ് മാസ്റ്ററി പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ടൻറ്റ് എന്നുള്ളൊരു കമ്പോണൻറ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാസ്റ്റർ ക്ലാസ്സസ് ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും മാസ്റ്റർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മാസ്റ്റർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബേസിക് മെറ്റീരിയലാണ് ഈ എക്സാംസ് ഓരോ സബ്ജക്റ്റും പഠിക്കാനുള്ള ഒരു ബേസിക് മെറ്റീരിയൽ. അതുകൂടാതെ ഒരു ഡൈനാമിക് നേച്ചർ കണക്കിലെടുത്തുകൊണ്ട് ഒരു കറണ്ട് അഫയേഴ്സ് നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൺസൈസ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരിക്കും. എളുപ്പത്തിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു മെയിൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്ന രീതിയിലുള്ളൊരു നോട്ടായിരിക്കും ഈ മെയിൻസ് കറണ്ട് അഫയേഴ്സ് നോട്ട്സ്. പക്ഷേ സാറ് പറഞ്ഞതുപോലെ തന്നെ കണ്ടൻറ്റ് മാത്രം പോരാ, ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് സ്കില്ല് കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം അതിനെപ്പറ്റി എങ്ങനെയാണ് സാറൊന്ന് പറയാമോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഹൗ യു ട്രാൻസ്ലേറ്റ് ഓർ കൺവേർട്ട് ദാറ്റ് കണ്ടൻറ്റ് ആസ് പെർ ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെയാണ് ആക്ച്വലി ഈ മെയിൻസ് ആൻസർ റൈറ്റിംഗ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കില്ലിന് 2 പ്രീ റെക്വസിറ്റ് ആണുള്ളത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് സ്ട്രക്ചറൽ തിങ്കിങ് ആണ്, 2 എന്ന് പറഞ്ഞാൽ ഡെറിവേഷൻ സ്കില്ലാണ്. അപ്പോൾ നമ്മുടെ ഈ ഹോൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ ഈ ആസ്പിരൻസിന്, മെയിൻസ് എഴുതുന്ന ആസ്പിരൻസിന് ഈ 2 സ്കില്ലും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ആസ്പിരൻറ്റിന് 2 ടൈപ്പ് ഓഫ് ആൻസേഴ്സ് എഴുതാം. ഒന്ന് സ്ട്രക്ചേർഡ് ആൻസേഴ്സ് എഴുതാം, അല്ലെങ്കിൽ ഒരു അഡ്ഹോക്ക് ആൻസേഴ്സ് എഴുതാം. അപ്പോൾ എപ്പോഴും ഈ സ്ട്രക്ചേർഡ് ആൻസേഴ്സ് ആണ് ദാറ്റ് വിൽ ആക്ച്വലി ഫെച്ച് യു മോർ മാർക്സ്. അപ്പോൾ ഈ സ്ട്രക്ചേർഡ് ആൻസേഴ്സ് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പിരമിഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ MECE പ്രിൻസിപ്പിൾസ് ഉണ്ട്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് ആൻസർ എഴുതാം, അല്ലെങ്കിൽ ഇഷ്യൂ ട്രീ അനാലിസിസ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചൊരു ടിപ്സാണ്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രക്ചേർഡ് ആൻസേഴ്സ് എഴുതാൻ പറ്റും. അപ്പം ആ സ്കിൽസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ആസ്പിരൻറ്റിന് നമ്മൾ ഈ ഒരു 2 months കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യിച്ചെടുക്കുന്നത്. പിന്നെ അതേപോലെ ഡെറിവേഷൻ സ്കിൽസ് എന്ന് പറയുമ്പം ഇപ്പം രാഹുൽ തന്നെ അറിയാൻ പറ്റുമായിരിക്കും, നമുക്കിപ്പോൾ 20 ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും നമുക്ക് വളരെ കറക്റ്റായിട്ട് ഒരു കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട്
നമുക്കൊരു എക്സലൻറ്റ് ആൻസർ, ഒരു ഗുഡ് ആൻസർ എഴുതാൻ പറ്റണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രെയിം വർക്ക്സ് നമ്മൾ എന്ത് ചെയ്യും, ആസ്പിറൻസിന് ഇങ്ങനെയാണ് ഈ ഫ്രെയിം വർക്ക്സ്, നമ്മൾ കുറച്ച് ഫ്രെയിം വർക്ക്സ് പഠിപ്പിച്ചു കൊടുക്കും. ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് ദം ടു റൈറ്റ് എ ഗുഡ് ആൻസർ യൂസിങ് എ ലിമിറ്റഡ് കണ്ടൻറ്റ്. അപ്പം ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ മാസ്റ്ററി പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആസ്പിറൻസിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സി യു ആർ ആക്ച്വലി ഫൈറ്റിംഗ് എ ബാറ്റിൽ വെർ 99% ഓഫ് ദി പീപ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഗോയിങ് ടു ഫെയിൽ. അപ്പം യു ഷുഡ് ഹാവ് ഓൾ ടൂൾസ് ഇൻ യുവർ ബാക്ക് that will actually help you to be in that 1%. ആ 1% അല്ല, ഇൻ ദാറ്റ് ആ 1%ൽ ടോപ്പ് 10%. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ഒരു മാസ്റ്ററി പ്രോഗ്രാം, ടെസ്റ്റ് സീരീസ് അല്ല മാസ്റ്ററി പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു 80-20 പരീറ്റോ റൂൾ വെച്ചിട്ടാണ്. സോ ദാറ്റ് മീൻസ് വി വിൽ ടീച്ച് യു 20% ഓഫ് ദ തിങ്സ് ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു ടു വിൻ 80% ഓഫ് ദ ബാറ്റിൽ. അപ്പോൾ അങ്ങനെയാണ് ദ ഹോൾ പ്രോഗ്രാം ഹാസ് ബീൻ ഡിസൈൻഡ്. അപ്പം സാറ് പറഞ്ഞതുപോലെ 2 പില്ലേഴ്സിലാണ് നമ്മൾ ഇത്തവണ മെയിൻസ് മാസ്റ്ററി പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് കണ്ടന്റ് ആണ്, രണ്ടാമത്തേത് ആൻസർ റൈറ്റിംഗ് സ്കിൽസ് ആണ്. ഓക്കെ, അപ്പോൾ കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മൾ മാസ്റ്റർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സബ്ജക്റ്റിന്, ഓരോ സബ്ജക്റ്റിനും. അതുകൂടാതെ മാസ്റ്റർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു കറണ്ട് അഫയേഴ്സ് പ്രിസൈസ് നോട്ട്സ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പക്ഷേ മെയിൻസിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു നോട്ട്സും ഇതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ആൻസർ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഡെയിലി ആൻസർ റൈറ്റിംഗ് സെഷൻസ് ആണ്. അപ്പോൾ ഓരോ ദിവസം 5 ക്വസ്റ്റ്യൻ, അതും PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡെയിലി എഴുതിപ്പിക്കും, അതിൻ്റെ ഫീഡ്ബാക്കും കൊടുക്കും. അതുകൂടാതെ നമ്മുടെ ടെസ്റ്റിൻ്റെ ഫീഡ്ബാക്ക് ടൈംലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതിനൊക്കെ മേലെ പേഴ്സണൽ ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ആൻസർ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ വർഷത്തെ ഐലൻഡ് മെയിൻസ് മാസ്റ്ററി പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത് നിഖിൽ സാറാണ്. ഞാനും ഉണ്ടാവും സൂപ്പർ മെൻറ്ററായിട്ട്. എനിക്ക് ആസ്പിറൻസിനോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പ്രിലിംസ് എക്സാം എഴുതി കഴിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഈ ഒരു വീഡിയോ റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഈ വർഷത്തെ മെയിൻസിന് അങ്ങനെ ഒരുപാട് ദിവസങ്ങളില്ല പ്രിപ്പയർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ മെയിൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. മേ ബി ഒരു 1-2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് May 28-ന് നിഖിൽ സാറിൻ്റെ ഒരു ജനറൽ ആൻസർ റൈറ്റിംഗ് സെഷൻ വെച്ചാണ് നമ്മൾ മെയിൻസ് മാസ്റ്ററി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫ്രീ സെഷനാണ്. നിങ്ങളതിൽ രജിസ്റ്റർ ചെയ്യുക. ഒരു നല്ലൊരു തുടക്കം നിങ്ങളെ ഒരു മെയിൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റട്ടെ. സോ സി യു ഓൺ ദാറ്റ് സെഷൻ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.